സർ, BJP പുനഃസംഘടന വരുന്നു, ഇന്നത്തെ ന്യൂസുകളിലൊക്കെ കാണുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ദേവൻ BJP അംഗമായിരുന്നു, ദേവൻ BJP വിട്ടു എന്നും പറയുന്നു. എന്താണ് ഇതിന്റെ കൂടുതൽ വസ്തുത? ദേവൻ BJP വിടുന്നതും വിടാത്തതൊക്കെ ഒരുപോലെയാണ്. ദേവന് മാത്രമേ അറിയാമോ ദേവൻ BJP വിട്ടു എന്നുള്ളത്. കാരണം ഇവിടെ ആർക്കും ദേവൻ BJP ഉണ്ടോന്ന് പോലും അറിയില്ല. ഉണ്ടെന്ന് അറിഞ്ഞാലേ വിട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കേരളത്തിലെ ആർക്കും അറിയില്ല ദേവൻ എന്നൊരാൾ BJP ഉണ്ടോ എന്നുള്ളത്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നേ? അയാൾ അതിനകത്ത് എന്തെങ്കിലും പ്രവർത്തിക്കുക, എന്തെങ്കിലും പ്രസംഗിക്കുക, ആ പാർട്ടിയുടേതായ എന്തെങ്കിലും ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഏറെയും CPM വിട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഏറെയും അതിനകത്ത് ഒരു വിഡിത്തരമാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു നടക്കുക പുള്ളി. വി കോംറേഡ്സ് ഹിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതുപോലും അങ്ങനെ പോലും ദേവൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിലെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്നും എനിക്കറിയില്ല. അപ്പൊ ദേവൻ BJP വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ BJP വിട്ടു എന്ന് പറയുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ സന്ധ്യ BJP വിട്ടു എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അതിനകത്ത് ഉണ്ടെങ്കിലല്ലേ വിടാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ ഒരു ഗുണമുണ്ട്, എന്തറിയാമോ? ഈ BJPക്കകത്ത് കയറിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയ ഇവിടെ മാധ്യമങ്ങൾ വലിയ മൈലേജ് തരും. ഒരു ദിവസം മെമ്പർഷിപ്പ് പേരിന് പോയൊരു മെമ്പർഷിപ്പ് എടുത്തിട്ട് നാളെ നമ്മൾ രണ്ടുപേരും കൂടെ BJP ചേരുകയാണ്. നാളെ തന്നെ നമ്മൾ ഒരു ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നു, നാളെ പോയി പ്രസ് റിലീസ് നടത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും BJP വിട്ടിരിക്കുന്നു. രണ്ടുപേരും പ്രസിദ്ധരാകും. ഇവിടുത്തെ എല്ലാ മാധ്യമവും നമുക്ക് ഭയങ്കര കവറേജ് തരും. ജനത്തിന് അറിഞ്ഞൂടെ ഇത് ആരായി വേണുഗോപാൽ, ആരാ സന്ധ്യ എന്നൊന്നും കേട്ടാ. പക്ഷെ എങ്കിലും ഇവര് കവറേജ് തരും. വേണുഗോപാലും സന്ധ്യയും BJP വിട്ടു, വലിയ വാർത്തയായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പ്രസിദ്ധമാവണമെങ്കിൽ ഒരു എളുപ്പ വഴി കേരളത്തിൽ ഇപ്പൊ ഇതേ ഉള്ളൂ. BJP ചേരുക, പിറ്റേ ദിവസം ഇറങ്ങിപ്പോവുക. അപ്പൊ അങ്ങനെ പോയ ഒരാളാണ് ഈ ദേവൻ. ദേവനൊന്നും കേരള രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി. ദേവൻ വിചാരിച്ചിരിക്കുന്നത് ഈ ആളുകള് സിനിമാ താരങ്ങളെ കാണുമ്പോൾ ചിരിക്കും, കൈ കാണിക്കും ഒക്കെ ചെയ്യും. അത് വെച്ചിട്ട് ഇത് രാഷ്ട്രീയം എൻ്റെ കയ്യിലാണെന്ന് വിചാരിച്ചാൽ ഭൂമി കുലുക്കി പക്ഷിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം എൻ്റെ വാലിൻ്റെ അറ്റത്തിരുന്ന് ഇങ്ങനെ കുലുങ്ങുകയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ദേവൻ. ദേവൻ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ പോലും ക്ലച്ച് പിടിക്കില്ല. പ്രേം നസീർ രാഷ്ട്രീയത്തിൽ വന്നിട്ട് നമ്മൾ കണ്ടതല്ലേ? ഇവരുടെയൊക്കെ അപ്പുറത്തെ നിത്യഹരിത നായകൻ. ആ കാലഘട്ടത്തിൽ പ്രേം നസീറിനെ ഒന്ന് കാണാൻ ആള് കൊതിച്ച് ആൾക്കൂട്ടം നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഈ കോൺഗ്രസിന്റെ കൂടെ ഇലക്ഷൻ നിന്നില്ല, അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയിട്ട് വന്നു. ആ ഇലക്ഷനിൽ കോൺഗ്രസ് അമ്പേ പരാജയമായി പോയി. അപ്പൊ അത്രയേ ഉള്ളു കഥ. അതോടെ അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് VS അച്യുതാനന്ദൻ ഒരിക്കൽ പറയുന്നത് നേരിട്ട് ഞാൻ കേട്ടതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മന്ത്രിയായിട്ടുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കോൺഫറൻസ് ഹാളിൽ നിന്ന് വെളിയിറങ്ങി വേറെ 3 പേര് ചെന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ്. അത് രണ്ടാമത് ഒരു ഡയറി എടുക്കാൻ ഞാൻ അകത്ത് കയറിയപ്പോഴാണ് ഇത് ബൈ ചാൻസിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. VS അച്യുതാനന്ദൻ 3 പേര് നിൽപ്പുണ്ട്. അപ്പൊ പറയാണ്, അങ്ങിപ്പോ വിചാരിച്ചാൽ ലക്ഷങ്ങൾ അങ്ങക്ക് ചുറ്റും അണിനിരക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ അങ്ങ്. അത് 2011, 2016 പിന്നെ ഇടയ്ക്കുള്ള പീരീഡിലാണ്. അല്ല സോറി, 2006, 2011 ഇടയ്ക്കുള്ള പീരീഡിലാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. അപ്പോ 2010 ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ അങ്ങ് വിചാരിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ മുടിയൂടാ മന്നനായിട്ട് നിൽക്കും. അങ്ങൊരു പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടിയിൽ വലിയ ആൾക്കൂട്ടമായിരിക്കും. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അതിൽ നിൽക്കും. അങ്ങനെ നിന്നില്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങേ ഒലിച്ചെടുത്തോണ്ട് പോകും. കാരണം നാളെ എന്ത് തന്ത്രവും പയറ്റി അദ്ദേഹം മുഖ്യമന്ത്രിയാവും, സാറ് സീറോ ആവും, സഖാവ് സീറോ ആവും എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത് ഒളിക്കാതുകൊണ്ട് ഞാൻ കേട്ട് ഡയറി എടുത്തുകൊണ്ടെങ്കിൽ പോകുന്നയാളാണ്. അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് സ്ലോ ചെയ്തു. എന്തിനെന്നറിയാമോ? ഇത് VSന്റെ മറുപടി എന്താണെന്നറിയാം. VS നട്ടല് നിർത്തി എന്ന് പറഞ്ഞെന്നറിയാമോ? നിനക്കൊക്കെ നട്ടല്ലുണ്ടെങ്കിൽ, നിനക്കൊക്കെ ആണത്തം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്ന് ഈ പാർട്ടിക്കകത്ത് നിന്ന് പറയാണ്. പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്ന വിഡ്ഢിത്തരത്തിന് ഞാനില്ല. K. കരുണാകരൻ പാർട്ടി ഉണ്ടാക്കി, ME രാഘവൻ പാർട്ടി ഉണ്ടാക്കി,
ഗൗരി അമ്മ പാർട്ടി ഉണ്ടാക്കി. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ രാഷ്ട്രീയ അടിത്തറ അങ്ങനെ വേരൂന്നി നിന്നാൽ മാത്രമേ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഓരോ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പാർട്ടി ഉണ്ടാക്കിയിട്ട് കഥയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ വേറൊരു എം വി രാഘവനോ ഗൗരിയമ്മയോ ആയിട്ട് അവശേഷിക്കും. അതുകൊണ്ട് എനിക്ക് ആ പണി പറ്റില്ല. നിനക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ അദ്ദേഹം പറഞ്ഞു. ഇത് ദേവൻ ദിവസവും രാവിലെയും വൈകിട്ടും രാമരാമ എന്ന് ചൊല്ലുന്നതിനോടൊപ്പം ചൊല്ലേണ്ടതാണ്. ഈ ആപ്തവാക്യം അറിയാത്തവൻ കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ മൂക്കിട്ട് ഇക്ഷ എണ്ണ ഇറ എഴുതി പോകും. പണ്ട് ഇന്നസെന്റ് പറഞ്ഞതല്ലേ. കാരണം കേരള രാഷ്ട്രീയം അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിലൊക്കെ നടക്കും, ഡൽഹി രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നടന്നിരിക്കും, നോർത്ത് ഇന്ത്യയിൽ നടന്നിരിക്കും, ആന്ധ്രയിൽ നടന്നിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ കേരളത്തിൽ അങ്ങനെ സിനിമാ താരമോ സ്പോർട്സ് താരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിസിറ്റിയുടെ പുറത്ത് വന്ന് ഒന്നും രാഷ്ട്രീയ നേതാവാകുന്ന ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്തെങ്ങും ഉണ്ടാകാനും പോകില്ല. ഇവിടെയും ജെൻസികളൊക്കെ ഉണ്ട്. പക്ഷേ ജെൻസികൾ പോലും അങ്ങനെ ഒരു പുതിയ ഒരുത്തനെ അങ്ങനെയൊന്നും വഴിക്കില്ല. അതുകൊണ്ട് ദേവൻ വളരെ സൂക്ഷിച്ച് വേണം ഇനിയുള്ള കാലത്ത് നീങ്ങാൻ. ദേവൻ ആ BJP എങ്ങാനും കിടന്നിരുന്നെങ്കിൽ ഇപ്പൊ ശ്രീലേഖ IPSന്റെ കൂട്ട് വല്ല സ്ഥാനമൊക്കെ കിട്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു തണലിലൊക്കെ നിന്ന് കുറേശ്ശെ ആയിട്ട് വളർന്നു വരാൻ. ഇപ്പൊ ഇവരുടെയൊക്കെ ആഗ്രഹം എന്താ? സുരേഷ് ഗോപിയെ പോലെ പെട്ടെന്ന് ഒരു MP ആക്കുന്നു, കേന്ദ്രമന്ത്രിയാക്കുന്നു. അത് വേറൊരു പ്ലാനാണ്. സുരേഷ് ഗോപിയുടെ ഇതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മോഹൻലാലിനെയും സുരേഷ് ഗോപിയൊക്കെ ചൂണ്ടയിടാൻ ശ്രമിച്ചു. കാരണം പാർട്ടി ഇവിടെ വളരുന്നില്ലല്ലോ, പാർട്ടിക്ക് ആരും ഇല്ല. അപ്പോൾ ഒരു നല്ല മുഖം വേണം. അതിന് സുരേഷ് ഗോപിയെയും വിളിച്ചു, മോഹൻലാലിനെയും വിളിച്ചു, മറ്റു പല നേതാക്കളെ സിനിമാ താരങ്ങളെയൊക്കെ വിളിച്ചു അദ്ദേഹം. പക്ഷെ അതിൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തത് സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ വിളിച്ചപ്പോൾ വന്നു, മര്യാദയ്ക്ക് എൻ്റെ കൂടെയൊക്കെ നിന്നു, കണ്ടാ കൊള്ളാം, നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട്, ഒരു സിനിമാ താരത്തിന്റെ ലുക്കൊക്കെ ഉണ്ട്, നിന്ന് പച്ച പിടിപ്പിക്കാൻ പറ്റും എന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയുകൊണ്ട് അദ്ദേഹം പച്ച പിടിപ്പിച്ച് ജയിപ്പിച്ചതാണ് അവിടെ. അല്ലെങ്കിൽ അവിടെ ഒന്നും ജയിക്കില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ പലരും വന്നിട്ടുണ്ട്, ഈ ക്യാബിനറ്റ് മന്ത്രിമാരുടെ മക്കളുടെ കല്യാണത്തിന് അദ്ദേഹം പോകില്ല. സുരേഷ് ഗോപിയുടെ മക്കളുടെ കല്യാണത്തിന് ഗുരുവായൂർ വന്ന് നിൽക്കുക. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാബിനറ്റ് മന്ത്രിമാരുടെ മക്കളുടെ കല്യാണത്തിന് അദ്ദേഹം അതൊന്നും ഉൾക്കൊള്ളുന്ന ആളാണ്. അങ്ങനെയൊന്നും ഉൾക്കൊള്ളുന്ന ആളല്ല. അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ ചിന്ത. രാഷ്ട്രീയത്തിലെ സന്യാസിയാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? ആ വേറെ ബന്ധങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇല്ല. പക്ഷെ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി അങ്ങനെ അവിടെ നിന്ന് അടിത്തറ ഉണ്ടാക്കി ജയിപ്പിച്ച് കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു MP സൃഷ്ടിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2024 2 ഞാൻ കൊണ്ടെത്തിക്കുമെന്നാണ്. 2 എന്ന് പറഞ്ഞാൽ 11 ആവാം 2 ആവാം. അദ്ദേഹത്തിന് നല്ല മിടുക്കാണ് ഈ കാര്യത്തിലൊക്കെ. മനസ്സിലായില്ലേ? അതായത് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരയും ജയിപ്പിക്കണം, അവിടെ നിന്ന് സുരേഷ് ഗോപിയും ജയിപ്പിക്കണം. അപ്പൊ 2 പേര് മിനിമം ജയിക്കണം. ചിലപ്പോൾ ചിറയൻകീഴിന്ന് നമ്മുടെ അദ്ദേഹം ഉണ്ടല്ലോ, പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരനൊക്കെ ചിലപ്പോൾ ആറ്റിങ്ങലായിരുന്നു പിന്നീട്, അവിടെ നിന്ന് ജയിക്കും എന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുക. എന്തായാലും 2 അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ഏതെങ്കിലും 2 പേര് ജയിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതിലൊന്ന് രാജീവ് ചന്ദ്രശേഖരനാണെന്നാണ് എൻ്റെ മനസ്സിലിരിപ്പ്. ഏകദേശം നടക്കുകയും ചെയ്തേനെ. ചെറിയൊരു കണക്കുകൂട്ടലിലെ പ്രശ്നം കൊണ്ടാണ്. 2000 വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് MP ആയനെ, സുരേഷ് ഗോപിയുടെ കൂട്ട് ഇരുന്നേനെ. അപ്പം ദേവൻ രാമേന്ദ്രനെ ദേവൻ പിന്നെ സിനിമാ നടനൊക്കെ കണക്കൂട്ടുന്നത് അതാണ്. എന്നെ പിടിച്ച് തിരുവനന്തപുരം സെൻട്രലിൽ ഇരുത്താം, മന്ത്രിയാക്കാം, MLA ആക്കാന്നൊക്കെ പറഞ്ഞു എന്നാണ്. അത് രാജേട്ടൻ പറഞ്ഞു. ആരാണ്? കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കുമ്മനം രാജശേഖരൻ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ അദ്ദേഹത്തിനെ ആക്കാന്ന് പറഞ്ഞു. തൃശ്ശൂരും ആക്കിയില്ല. തൃശ്ശൂരിനാണെങ്കിൽ എനിക്ക് വിവിധ ജാതി മതങ്ങൾ ഒന്നിച്ച് BJP എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി താമര ചിഹ്നത്തിൽ മത്സരിച്ച മുസ്ലിങ്ങൾ വോട്ട് കൊടുക്കില്ല. BJP ആണെന്ന് പറഞ്ഞാൽ മാത്രം മതി, വോട്ട് കൊടുക്കില്ല. അപ്പൊ പിന്നെ അവിടെ നാനാ ജാതി മതങ്ങൾ ഇങ്ങനെ എന്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തിരുന്നത്. ഏത് ലോകത്താണ് ഈ ദേവൻ ജീവിക്കുന്നത്? ദേവേന്ദ്രന്റെ കൂടെ പോയി നിൽക്കുന്നതായിരിക്കും നല്ലത്, ദേവലോകത്തോട്ട്. ഈ കേരള രാഷ്ട്രീയം അദ്ദേഹത്തിന് പറ്റിയതല്ല. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കേരള പീപ്പിൾസ് പാർട്ടി ഒരു പീപ്പിൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ചായ വാങ്ങിച്ചു കൊടുത്താൽ കുറച്ച് പേര് നിൽക്കും. ഞങ്ങളുടെ തിരുവനന്തപുരം ബാറിലൊരു വലിയ അഭിഭാഷകൻ ഉണ്ടായിരുന്നു.
എല്ലാവരും രാവിലെ വന്നു കഴിഞ്ഞാൽ ഉടനെ ചായയും വടയും വട എല്ലാവരും വട വന്നിട്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ പുറകെ കാണും. പിന്നെ ഇദ്ദേഹം പോയി ഒരു ഉടുപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഇതിനും കൂടെ 3 ഉടുപ്പും 4 ഉടുപ്പും ഒക്കെ ഷർട്ടും ഒക്കെ വാങ്ങി അവിടെയും പുള്ളിയുടെ കൂടെ ആള് കാണും. മനസ്സിലായില്ലേ? കൊടുത്താൽ ഇങ്ങനെ കുറച്ചുപേര് നിൽക്കും, പക്ഷെ വോട്ട് കൊടുക്കില്ല. ഇതാണ് കേരളത്തിലെ ഒരു കുഴപ്പം. മനസ്സിലായില്ലേ? വല്ലതും നക്കാൻ കിട്ടിയാൽ വാങ്ങിക്കും, വോട്ട് കൊടുക്കൂല. പണ്ട് മണിയാശാൻ പറഞ്ഞ പോലെ വോട്ട് കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. നിങ്ങൾ നക്കാൻ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവനൊക്കെ നക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് മണിയാശാൻ പറഞ്ഞില്ലേ? അതാണ് കേരളം. കേരളത്തിലെ ആളുകൾ വളരെ പ്രബുദ്ധമാണ്. നിങ്ങൾ നക്കാൻ കൊടുത്താലും നിൽക്കാൻ കൊടുത്താലും ഉടുക്കാൻ കൊടുത്താലും ഒന്നും കേരളീയരെ പിടിക്കാൻ പറ്റില്ല. കേരളത്തിൽ പിന്നെ ഒരു സാധനമുണ്ട്, വർഗീയത. അത് ഞമ്മന്റെ ആളിന് നമ്മൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ അത് ഇവിടെ നിൽക്കുന്നു. അതിൽ അല്പം മോശമുള്ളത് ഹിന്ദുവേ ഉള്ളൂ. ഹിന്ദുവിൻ്റെ 4ഉം 10ഉം ഒക്കെ ആയിട്ട് തിരിഞ്ഞു പോകും. പക്ഷേ ഇപ്പൊ തന്നെ വി.ഡി. സതീശന്റെ ബലം എന്താണ്? പിന്നോക്കങ്ങളുടെ വോട്ട് ബാങ്കുകൾ സഹായിച്ചോണ്ടല്ലേ. വയനാട് 0 സീറ്റ് പ്രതിപക്ഷത്തിന് അല്ലേ? CPM ഉൾപ്പെടെ വയനാട് 0, ഇടുക്കിയിൽ 0, പത്തനംതിട്ട 0, എല്ലാം 0 ആയത് എന്തുകൊണ്ടാണ്? എറണാകുളത്ത് 0. ഈ 0 വരാൻ കാര്യം എന്താണ്? അല്ല, എറണാകുളത്ത് 0 അല്ല, എറണാകുളത്ത് 2 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ പലയിടത്തും ഇങ്ങനെ വരാൻ കാര്യം എന്തുകൊണ്ടാണ്? അവിടെ ന്യൂനപക്ഷങ്ങൾ ഏകീകൃതമായിട്ട് വോട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ ഒന്നുകിൽ ഞമ്മന്റെ ജാതി പറയണം, ഇല്ലെങ്കിൽ കുരിശ് വരച്ച് ജാതി പറയണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓടും. ഹിന്ദുവിന്റെ രാഷ്ട്രീയം പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വലിയ പാടാണ് ഇവിടെ. ഇപ്പോഴും പകുതി അങ്ങോട്ടും പകുതി CPM-ന്റെ കൂടെയാണ്. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. ഇപ്പോഴും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസിന്റെ കൂടെയും കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് BJP-യുടെ കൂടെയുണ്ട്. അപ്പോൾ ദേവൻ ഇതൊക്കെ ചരിത്രം പഠിക്കണം, ഭൂമിശാസ്ത്രം പഠിക്കണം, രാഷ്ട്രീയം പഠിക്കുമ്പോൾ അതിന് മുമ്പേ ഇതൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ. കേരളം എങ്ങനെ കേരളമായി എന്ന് പഠിക്കാതെ കേരള പീപ്പിൾസ് പാർട്ടി ഉണ്ടാക്കിയ പീപ്പിൾ കാണില്ല, ദേവൻ മാത്രമേ കാണുള്ളൂ. ദേവൻ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.